ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ദാരുണമായ മരണം ഒരു ദുരൂഹതയായി തുടരുകയാണ്. അവളുടെ ഭർത്താവ് സതീഷ് ശങ്കറിന്റെ പരസ്പര വിരുദ്ധമായ വെളിപ്പെടുത്തലുകളാണ് ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഓരോ നിമിഷവും ഓരോ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സതീഷിന്റെ വാക്കുകൾ ആത്മഹൂതിയാണോ കൊലപാതകമാണോ എന്നതുപോലും തിരിച്ചറിയാനാവാത്ത ഒരു പ്രഹേളികയായി ഈ കേസിനെ മാറ്റിയിരിക്കുന്നു. ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിലും സതീഷിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. എങ്കിലും ഈ ദുരൂഹതകളുടെ ചുരുളഴിയാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് വ്യക്തമല്ല. തേവലക്കര തെക്കുംഭാഗം സ്വദേശിനിയായ അതുല്യയുടെ മരണം സംഭവിച്ച ശനിയാഴ്ച ദിവസം അവൾ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു. പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ദിവസത്തിൽ ഷാർജയിലെ റൊള്ള പാർക്കിനടുത്തുള്ള ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അവളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ ദാരുണമായ വാർത്ത കേട്ട് ലോകം ഞെട്ടി. എന്നാൽ മരണത്തെക്കുറിച്ചുള്ള സതീഷിന്റെ ആദ്യ പ്രതികരണം കേട്ട് പലരും നെറ്റിച്ചുളിച്ചു. ഫ്ളാറ്റിന് ഒരൊറ്റ താക്കോലേ ഉണ്ടായിരുന്നുള്ളൂവെന്നും താൻ പുറത്തേക്ക് പോകുമ്പോൾ അതുല്യ അകത്തു നിന്നും വാതിൽ പൂട്ടിയെന്നുമാണ് സതീഷ് ആദ്യം പറഞ്ഞത്. താൻ തിരികെ വന്നപ്പോൾ വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നുവെന്നും അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും സതീഷ് വിശദീകരിച്ചു. ഒരു വീടിന്റെ വാതിൽ അകത്തു നിന്നും പൂട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തു നിന്നും തുറക്കാൻ ഒരൊറ്റ താക്കോൽ ഉപയോഗിച്ച് സാധിക്കുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. ഈ യുക്തിരഹിതമായ വിശദീകരണം വാർത്തകളിൽ ചർച്ചയായപ്പോൾ സതീഷിന്റെ മൊഴിയിൽ പെട്ടെന്ന് മാറ്റമുണ്ടായി. താൻ തിരിച്ചു വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നുവെന്നും താൻ അകത്ത് കയറി നോക്കിയപ്പോഴാണ് അതുല്യയെ തൂങ്ങി നിൽക്കുന്നതായി കണ്ടതെന്നും ഇദ്ദേഹം തിരുത്തി പറഞ്ഞു. ഉടൻ തന്നെ അതുല്യയെ കെട്ടഴിച്ച് താഴെ ഇറക്കി പ്രാഥമിക ശുശ്രൂഷ നൽകിയെന്നും അതിനുശേഷമാണ് പോലീസിൽ വിവരം അറിയിച്ചതെന്നും സതീഷ് കൂട്ടിച്ചേർത്തു. ആദ്യ മൊഴിയിൽ സംഭവിച്ച ഈ മാറ്റം കേസിന്റെ തുടക്കം മുതൽ തന്നെ സതീഷിന്റെ വാക്കുകൾ വിശ്വസനീയമല്ല എന്ന സംശയം ബലപ്പെടുത്തി. തുടക്കത്തിൽ സംഭവിച്ച ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം സതീഷ് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി. താൻ പുറത്തുപോയതിനു ശേഷം അതുല്യയെ ആരോ കൊന്നതാണെന്നും അതിനാൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാക്കുകൾ ഇത് വെറും ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായി തോന്നിപ്പിച്ചു. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു വീഡിയോ കോളിലൂടെ അതുല്യ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതായും അതിനാൽ താൻ ഉടൻ തന്നെ ഫ്ളാറ്റിലേക്ക് ഓടിയെത്തിയെന്നും സതീഷ് പറയുന്നുണ്ട്. ഈ രണ്ട് വാദങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വാദങ്ങൾക്കപ്പുറം കേസിനെ വൈകാരികമായി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില വ്യക്തിപരമായ വെളിപ്പെടുത്തലുകളും സതീഷ് നടത്തുകയുണ്ടായി. താൻ അറിയാതെ അതുല്യ ഗർഭചിത്രം നടത്തിയെന്നും അത് തന്നെ മാനസികമായി തളർത്തിയെന്നും ഇദ്ദേഹം ആരോപിക്കുകയുണ്ടായി. ഏത് ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നതെന്നോ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ തനിക്കറിയില്ലെന്നും അതുല്യയുടെ അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോയതെന്നും സതീഷ് പറയുകയുണ്ടായി. തനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യമായതിനാൽ അതിനുശേഷം താൻ അതുല്യയ്ക്ക് പണം അയച്ചു കൊടുക്കുന്നത് നിർത്തിയിരുന്നതായും സതീഷ് വെളിപ്പെടുത്തി. ഈ വാക്കുകൾ അതുല്യയുടെ മരണകാരണം ഒരു ആത്മഹത്യയിലേക്ക് വഴി തിരിച്ചുവിടാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയതാണോ എന്ന് സംശയം ഉയർത്തുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശങ്ങളും സതീഷ് സുഹൃത്തുക്കൾക്ക് അയച്ചു. അതുല്യ തന്നെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകറ്റാൻ അവൾ ശ്രമിച്ചിരുന്നുവെന്നും സതീഷ് ഈ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായി പലരും ഇതിനെ കാണുന്നുണ്ട്. അതുല്യയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സതീഷ് തന്റെ ഫേസ്ബുക്കിൽ അതുപോയി ഞാനും പോകുന്നു എന്നൊരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് താനാണ് ഇട്ടതെന്നും താനും ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും സതീഷ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തി. അതുല്യ തൂങ്ങി മരിച്ച അതേ ഫാനിൽ തന്റെ കയ്യിൽ ഉപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും എന്നാൽ കാല് കട്ടിലിൽ തട്ടി രക്ഷപ്പെട്ടുവെന്നും സതീഷ് വിശദീകരിച്ചു. ഈ വാക്കുകൾ സതീഷിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി തോന്നുന്നു. ദുരൂഹമായ ഈ മരണത്തിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണുന്നവരും കുറവല്ല. ഒരു വശത്ത് അതുല്യയെ ആരോ കൊന്നതാണെന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് അവൾ ഫോണിൽ വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയെന്നും അതിനാലാണ് താൻ ഓടിയെത്തിയതെന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പറയാൻ സതീഷിന് ഒരു മടിയും ഉണ്ടായില്ല. അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും എന്താണ് നടന്നതെന്ന് തനിക്ക് അറിയണമെന്നും സതീഷ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് ആവശ്യമാണ്. ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷിനെതിരെ ചവറാസ് തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അതുല്യയുടെ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ്. സതീഷിന്റെ വാക്കുകളിൽ നിറയുന്ന വൈരുദ്ധ്യങ്ങളും സംശയങ്ങളും തന്നെയാണ് പോലീസിനെ ഈ കേസിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിക്കുന്നത്.
അതുല്യയുടെ മരണം ഒരു ആത്മഹത്യയായിരുന്നോ അതോ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നോ എന്നത് ഇനിയും വ്യക്തമല്ല. സതീഷിന്റെ ഓരോ വെളിപ്പെടുത്തലുകളും ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഒരുപക്ഷെ ഈ ദുരൂഹതകൾക്കെല്ലാം ഒരു അവസാനം വരണമെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അതുല്യയുടെ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് നീതിന്യായ വ്യവസ്ഥയുടെയും പോലീസിന്റെയും പ്രധാന ഉത്തരവാദിത്തമാണ്. സത്യം പുറത്തു വരും വരെ അതുല്യയുടെ മരണം ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരും.